രത്ന ഗംഗോത്രി ഭാഗം 21. അവർ 4 പേരും അകത്തേക്ക് ചെന്നു. സംഘടനത്തിനൊന്നും മുതിരാതെ അവർ ഒരു സ്പ്രേ എടുത്തടിച്ചു. വന്നവർ 4 പേരും മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ അടുത്ത മുറിയിലേക്ക് പോയി ആ പെൺകുട്ടിയെ രക്ഷിച്ചു. അവർ 3 പേരുണ്ടായിരുന്നു. സ്പ്രേ അടിച്ചപ്പോൾ അവർക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പിന്നീട് ചുമയ്ക്കുകയും അതിനുശേഷം കുഴഞ്ഞു വീഴുകയും ചെയ്തു. 4 പേരും ചേർന്ന് അവരെ എടുത്ത് വണ്ടിയിലേക്കിട്ടു. എന്നിട്ട് തമ്പിയെ വിളിച്ചു. ഹലോ ബോസ്, ഞങ്ങളിനി എന്ത് ചെയ്യണം? അവളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കണം. അവന്മാരെ ട്രെയിനിൽ കയറ്റി ഇങ്ങ് കൊണ്ടുപോരാ. അതടിച്ചത് കൊണ്ട് ഇനി അവന്മാരൊന്നും മിണ്ടില്ല. കിറങ്ങിയിരുന്നോളൂ. എന്തു പറഞ്ഞാലും തലയാട്ടും. ഇവിടെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആരെങ്കിലും ചോദിച്ചാൽ. ആരും ചോദിക്കില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഗംഗ മാഡം ഇവിടെ വെച്ച് അവരെ കണ്ടോളും. കാർത്തി മുംബൈയിലെ എയർപോർട്ടിലെത്തിയപ്പോൾ ഗംഗ കാറുമായി പുറത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ മാറ്റം കണ്ട് അവൾക്ക് തന്നെ നാണം തോന്നി. എന്തൊക്കെയാണ് പരസ്പരം സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? തൻ്റെ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ കാരണത്തെപ്പോൾ അടിച്ചുവെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ പ്രണയത്തിന് ഇങ്ങനെയുള്ള ചില മാന്ത്രികതയുണ്ടെന്ന് വിചാരിച്ചില്ല. തൻ്റെ സ്വഭാവത്തിന് തന്നെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. പക്ഷേ മറ്റാരെങ്കിലും തന്നോട് മോശമായി പെരുമാറിയാൽ താൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാർത്തിയേട്ടൻ്റെ മുമ്പിൽ മാത്രമാണ് താൻ ഇതുപോലെ പൂച്ചക്കുട്ടിയാവുന്നത്. അപ്പോഴാണ് കാർത്തി പുറത്തേക്ക് വരുന്നത് കണ്ടത്. അവൾ വണ്ടിയുമായി അവൻ്റെ അരികിലേക്ക് ചെന്നു. രണ്ടുപേരുടെയും കണ്ണുകളൊന്നുടക്കി. വയറ്റിൽ നിന്ന് എന്തോ ഒന്ന് ഉരുണ്ട് കയറി വരുന്നത് പോലെ അവൾക്ക് തോന്നി. ദേഹത്താകെ ഒരു കുളിര്. അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു. ഒത്തിരി നേരമായോ വന്നിട്ട്? ഇല്ല. വീട്ടിലെത്തുന്നത് വരെ രണ്ടുപേരും ഇടയ്ക്ക് നോക്കിയെന്നല്ലാതെ ഒന്നും സംസാരിച്ചില്ല. അവരുടെ മൗനത്തിന് കൂട്ടുനിന്നത് ഒരു പാട്ടായിരുന്നു. മിഴിയറിയാതെ വന്നു നീ. ആ പാട്ടിൽ രണ്ടുപേരും ലയിച്ചിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ഗംഗ കാർ പോർച്ചിലേക്ക് കയറ്റി. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് കാർത്തിക്ക് കൊടുത്തു. അവൻ വാതിൽ തുറന്ന് ചെന്നപ്പോൾ ബെഞ്ചി അങ്ങോട്ട് ഓടി വന്നു. അവനെ കണ്ടപ്പോൾ ബെഞ്ചി സ്നേഹം പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും ഗംഗ അകത്തേക്ക് വന്നു. ആ റൂം മതിയോ കാർത്തിയേട്ടന്? അവൻ ആ റൂമിലേക്ക് നോക്കി. ധാരാളം, അവൻ പറഞ്ഞു. പിന്നെ അവൻ പോയി വാതിലടച്ചു. കാർത്തിയേട്ടൻ ഫ്രഷായിട്ട് വാ, ഞാനപ്പോൾ കോഫി എടുക്കാം, ഗംഗ പറഞ്ഞു. അവൾക്കതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നു. ഗംഗ കോഫി എടുത്തപ്പോൾ കാർത്തി അടുക്കളയിലേക്ക് വന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ നല്ല ഗന്ധം അവളുടെ നാസിക തുളച്ചു കയറി. അവൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ കുതിറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കരങ്ങളിൽ നിന്ന് സ്വതന്ത്രയാവാൻ അവൾക്ക് സാധിച്ചില്ല. ദേ കോഫി തണുത്തു പോകൂട്ടോ. ഒന്ന് തണുക്കട്ടടി. നീ എന്നെ കുറേ ചൂട് പിടിപ്പിച്ചതല്ലേ. എൻ്റെ നെഞ്ചിൽ വെച്ച് മുട്ട പുൾസ ഉണ്ടാക്കാമായിരുന്നു. നിനക്കറിയോ? നിനക്കത് വല്ലതും മനസ്സിലാവൂ? എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു ഞാൻ. എനിക്കറിയില്ല പെണ്ണെ. എൻ്റെ ജീവൻ പോകുന്നത് പോലെ ആയിരുന്നു, കാർത്തി പറഞ്ഞു. ഗംഗ അവന് നേരെ തിരിഞ്ഞു വന്നു. സോറി, കാർത്തിയേട്ടന് ഇത്ര വിഷമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ സമയത്ത് മറ്റൊന്നും ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു നീക്കം നടത്തിയത്. അപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ ചോദിച്ചു. ഇല്ല, അങ്കിളിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരിക്കലും എൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ തീ കോരിയിടരുത്. എനിക്കറിയാം നിൻ്റെ കരുത്ത്. മറുവശത്ത് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലും ഒരു വശത്ത് ഞാൻ ബലഹീനനായി പോകും പെണ്ണെ. അതിന് നിനക്കൊരു ശിക്ഷയുണ്ട്. പക്ഷേ അത് തരുമ്പോൾ നീ അനങ്ങാൻ പാടില്ല, അവൻ പറഞ്ഞു. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി കടിച്ചു. അവിടെ ചെറുതായിട്ട് രക്തം പൊടിഞ്ഞു. അവൻ്റെ താടിരോമങ്ങൾ അവളുടെ കവിളിൽ കുത്തിക്കയറി. ആ, അവൾ അല്പം ഉച്ചത്തിൽ കരഞ്ഞു. അവളുടെ ശബ്ദം കേട്ട് ബെഞ്ചി ഓടി വന്നു. കണ്ടോ ചോര? അയ്യോ, എൻ്റെ പെണ്ണിന് നൊന്തു ബെഞ്ചി, നീ ഒന്ന് കണ്ണടച്ചേക്ക്. അവൻ മെല്ലെ അവളുടെ അതിരം നുകർന്നു. പിന്നെ അവൻ അത് സ്വന്തമാക്കി. രണ്ടുപേരും പരസ്പരം ചേർന്നു നിന്നു. ബെഞ്ചിക്ക് നാണം വന്നു കേട്ടോ. എന്തോ അവൻ വാലാട്ടിക്കൊണ്ട് അപ്പുറത്തെ മുറിയിലേക്ക് പോയി. അപ്പോഴാണ് അച്ചമ്മ വീഡിയോ കോളിൽ വിളിച്ചത്. രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി. എന്നിട്ട് കോൾ എടുത്തു. അച്ചമ്മയുടെ ചിരിക്കുന്ന മുഖം സ്ക്രീനിൽ കണ്ടപ്പോൾ രണ്ടുപേരും അച്ചമ്മയെ കൈ ഉയർത്തി കാണിച്ചു. എന്താണ് രണ്ടുപേർക്കും ഒരു പരുങ്ങല്? എന്തോ കള്ളത്തരം ഒപ്പിച്ചല്ലോ. ഗംഗ നാണത്തോടെ കാർത്തിയെ നോക്കി. ഏയ് ഇല്ല അച്ചമ്മേ. ദേ എൻ്റെ കൈ എൻ്റെ പോക്കറ്റിൽ തന്നെ. അങ്കിൾ എന്തു പറയുന്നു? ഞാൻ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. കുളി കഴിഞ്ഞ് ഒരു കോഫി കുടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു, കാർത്തി പറഞ്ഞു. ഗംഗയ്ക്ക് എന്തോ ഒരു ചമ്മലായിരുന്നു.
ആദ്യരാത്രി കഴിഞ്ഞ് മാതാപിതാക്കളുടെ മുമ്പിലേക്ക് പോകാൻ ചമ്മലുള്ള ഒരു പെൺകുട്ടിയെപ്പോലെ. പിന്നെ കാർത്തി, അവന്മാർ 2 ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് വരില്ലേ? എൻ്റെ വീതം കൂടി ചേർത്ത് ഒരെണ്ണം കൊടുത്തേക്കണം. പക്ഷേ നീ കൊന്നേക്കരുത് കേട്ടല്ലോ. തെണ്ടി ജീവിച്ചോട്ടെ പാവങ്ങൾ. ആ ഗായത്രിയാണോ ഇതിന് പിന്നിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. പിന്നെ കാർത്തി, നിന്റെ കൺട്രോൾ പോയാൽ അങ്ങ് പോട്ടടാ. നമുക്ക് വേഗം കെട്ടങ്ങ് നടത്താം. അച്ചമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തുടരും.